അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷിഫാന ഫരീസ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തം ചോർച്ചയാണ്. ഞങ്ങളെ സഹായിക്കാൻ പോലും ആരില്ല. എൻ്റെ ഉമ്മാക്ക് ആക്സിഡൻ്റ് ആയിട്ട് 6 മാസം കിടപ്പിലായിരുന്നു. എൻ്റെ ഉമ്മാനെ നോക്കാൻ പോലും ആരിൻ്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ പോലും സാമ്പത്തിക അവസ്ഥ ഇല്ലാതെ ഇരിക്കുകയാണ് എൻ്റെ ഉമ്മ. പഠിച്ചവൻ ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എല്ലാവരും മാക്സിമം ഞങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക. വാപ്പില്ലാത്ത കുട്ടികളാണ്. എൻ്റെ അനിയത്തിയുടെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഉപ്പം മരിച്ചുപോയി. ഞങ്ങൾക്ക് വേറെ ആരും തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. ഞങ്ങള് കൂടെ പിറപ്പായി കണ്ടിട്ട് ഞങ്ങളൊന്ന് സഹായിക്കണം. പടച്ചവൻ ആലോചിച്ച് ഞങ്ങളെ കൈവിടരുത് പ്ലീസ്. അസ്സലാമലൈക്കും. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പടച്ചവനെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് ആമിന. ഇതെന്റെ 2 മക്കളാണ്. ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഞങ്ങളുടെ ഇരിക്കുന്ന വീട് പോലൊരു ചോർന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. എന്റെ 2 മക്കളെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എനിക്ക് വണ്ടി ഇടിച്ചിട്ട് കാലില് പരിക്കുണ്ട്. 6 മാസം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് പഠിച്ചോർത്ത് ഞങ്ങളെല്ലാവരും കൈവിടരുത്, സഹായിക്കണം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു കാഴ്ചയിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശക്തമായ മഴയിൽ പോലും ഈ പാവപ്പെട്ട സഹോദരി നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടണമെന്ന് വിചാരിച്ചതല്ല. പുറത്ത് അതിശക്തമായ മഴയാണ്. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു വീട് ഇപ്പൊ അടുത്തൊന്നും മലയാളി സമൂഹം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു ചാടാനായ ഒരു കൊച്ചു കൂര. ഇതിനിടയില് ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളൊന്നും മുമ്പിൽ വന്ന് കൈ നീട്ടരുത് എന്ന് പടച്ചവന്റെ മുമ്പിൽ 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി. പെട്ടെന്നുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഈ സഹോദരിയുടെ കാൽ ഓപ്പറേഷൻ